ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. ഏഴാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ ആകെ 62.20% പോളിംഗ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മഹാരാഷ്ട്രയിലെ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ 4 തൊഴിലാളികൾ മരിച്ചു. കേരളത്തിൽ ശക്തമായ മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ രണ്ടാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചാരണമാണ്. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന 58 മണ്ഡലങ്ങളിൽ മറ്റന്നാൾ പോളിംഗ് നടക്കും. ബീഹാറിലെ 8, ഒഡീഷയിൽ 6, ഉത്തർപ്രദേശിൽ 14, പശ്ചിമബംഗാളിൽ 8, ഝാർഖണ്ഡിലെ 4, ജമ്മുകാശ്മീരിലെ 1 സീറ്റും ഹരിയാനയിലെയും ഡൽഹിയിലെയും മുഴുവൻ മണ്ഡലങ്ങളും ഈ ഘട്ടത്തിൽ ജനവിധി തേടും. ആകെ 889 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ശനിയാഴ്ച രാവിലെ 7 ആരംഭിച്ച് വൈകിട്ട് 6 വോട്ടെടുപ്പ് അവസാനിക്കും. ഈ മാസം 20 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ ആകെ 62.20% പോളിംഗ് രേഖപ്പെടുത്തി. 61.48% പുരുഷന്മാരും 63% സ്ത്രീകളും 22% ട്രാൻസ്ജെൻഡേഴ്സുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ജമ്മുകാശ്മീരിൽ 59%, ബീഹാറിൽ 56.76%, ഝാർഖണ്ഡിൽ 63.21%, ലഡാക്കിൽ 71.82%, മഹാരാഷ്ട്രയിൽ 56.89% പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഒഡീഷയിൽ 73.50%, ഉത്തർപ്രദേശിൽ 58.02%, പശ്ചിമബംഗാളിൽ 78.45% പോളിംഗ് രേഖപ്പെടുത്തി. ഈ ഘട്ടത്തിൽ 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന 49 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെയും 7ാമത്തെയും ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെ പാട്യാലയിൽ റാലിയിൽ പങ്കെടുത്തു. ഹരിയാനയിലെ ഭിവാനി മഹേന്ദ്രഗഡിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് ഒഡീഷയിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഹരിയാനയിലെ ബിർസയിൽ ഇന്ന് റോഡ് ഷോ നടത്തി. മുൻ കേന്ദ്രമന്ത്രി കുമാരി ഷെൽജയാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. 6ഉം 7ഉം ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ബീഹാറിൽ വോട്ടുറപ്പിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് രാഷ്ട്രീയ കക്ഷികൾ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സുഗൌലി, പൂർവി ചമ്പാരൻ, പശ്ചിമ ചമ്പാരൻ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് പ്രചാരണം നടത്തുന്നത്. BSP അധ്യക്ഷ ബീഹാറിലെ തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് യോഗം ഇന്ന് ബക്സറിൽ നടത്തി. RJD നേതാവ് തേജസ്വി യാദവ് വൈശാലി, പൂർവി ചമ്പാരൻ, ഗോപാൽഗഞ്ച്, പശ്ചിമ ചമ്പാരൻ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. ഒഡീഷയിൽ 6ാം ഘട്ടത്തിൽ 6 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും 42 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് പുറമെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മയും ഇന്ന് ഒഡീഷയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. സംസ്ഥാന മുഖ്യമന്ത്രി നവീൻ പട്നായിക് BJD സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയം വികസിത് ഭാരത് ആണെന്ന് പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ അഭിലാഷങ്ങളുടെ വേഗത വികസിത് ഭാരതിൽ എത്തുമെന്ന് ഉറപ്പാക്കുന്ന ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ വോട്ടർമാർ തനിക്കൊപ്പമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഡോംബിവിലിയിൽ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ 4 തൊഴിലാളികൾ മരിച്ചു. 5 സ്ത്രീകൾ ഉൾപ്പെടെ 24 പേർക്ക് പരിക്കേറ്റു. താനെ ജില്ലയിലെ ഡോംബിവിലി MIDC മേഖലയിൽ ഇന്ന് ഉച്ചയോടെയാണ് വൻ തീപിടുത്തമുണ്ടായത്. മഹാരാഷ്ട്രയിലെ സോലാപൂർ ജില്ലയിലെ ഉജാനി റിസർവോയറിൽ ബോട്ട് അപകടത്തിൽപ്പെട്ട 6 പേരുടെയും മൃതദേഹങ്ങൾ ദേശീയ ദുരന്ത നിവാരണ സേന കണ്ടെടുത്തു. 3 പുരുഷന്മാരും 1 സ്ത്രീയും 2 കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് അപകടം നടന്നത്. ഒരാൾ നീന്തി രക്ഷപ്പെട്ടിരുന്നു. കാണാതായവർക്കായി കഴിഞ്ഞ 2 ദിവസമായി തെരച്ചിൽ നടത്തി വരികയായിരുന്നു. മറ്റൊരു സംഭവത്തിൽ
അഹമ്മദ്നഗർ ജില്ലയിലെ പ്രവര നദിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയിലെ 3 ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അകോലയിൽ 2 കുട്ടികൾ നദിയിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നവരാണ് ബോട്ട് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ ശക്തമായ മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സംസ്ഥാനത്തൊട്ടാകെ 8 ക്യാമ്പുകളിലായി 223 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ മഴ തുടരുന്നു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ഉൾപ്പെടെ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 4 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കർശന നടപടികളുമായി ആരോഗ്യവകുപ്പ്. അനധികൃതമായി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. അനധികൃതമായി അവധിയിലുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ അടുത്ത 5 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയ മന്ത്രി സർവീസിൽ തിരികെ പ്രവേശിക്കാൻ താൽപര്യമുള്ളവർ ഒരാഴ്ചയ്ക്കകം ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് പൊതു അറിയിപ്പ് നൽകാനും നിർദ്ദേശം നൽകി. IPL ക്രിക്കറ്റിൽ 2ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരത്തിൽ വിജയികളാകുന്നവർ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന ടേബിൾ ടെന്നീസിൽ ആദ്യ റൌണ്ടുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പുരുഷ സിംഗിൾസ് റൌണ്ട് 32-ൽ ഇന്ത്യയുടെ മാനവ് വികാസ് തക്കർ ആതിഥേയ രാജ്യത്തിന്റെ ഹ്യൂഗോ കാൽഡറോനയെ നേരിടുമ്പോൾ ഹർമീത് ദേശായി ഫ്രാൻസിന്റെ ജൂൾസ് റോളണ്ടുമായി ഏറ്റുമുട്ടും. പുരുഷന്മാരുടെ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യയുടെ മനുഷ് ഉൽപൽഭായി ഷാ മാനവ് വികാസ് തക്കർ സഖ്യം ബ്രസീൽ സഖ്യത്തെ നേരിടും. വനിതകളുടെ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യയുടെ ദിയ പരാഗ് ചിറ്റാലെ സെലീന സെൽവകുമാർ സഖ്യം ഫ്രഞ്ച് സഖ്യവുമായാണ് മത്സരിക്കുക. ജപ്പാനിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സച്ചിൻ സർജറാവു കിലാരി പുരുഷ ഷോട്ട്പുട്ടിൽ സ്വർണം നേടി. 16.30 മീറ്റർ ദൂരം കണ്ടെത്തി F46 വിഭാഗത്തിൽ പുതിയ ഏഷ്യൻ റെക്കോർഡും താരം കുറിച്ചു. ഇതോടെ 5 സ്വർണം, 4 വെള്ളി, 4 വെങ്കലം എന്നിങ്ങനെ 12 മെഡലുകളാണ് ഇന്ത്യയ്ക്കുള്ളത്. വാൾസ്ട്രീറ്റ് റിപ്പോർട്ടർ ഇവാൻ ഗെർഷ്കോവിച്ചിന്റെ മോചനത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി യാതൊരു ആശയവിനിമയവും നടത്തിയിട്ടില്ലെന്ന് ക്രെംലിൻ. റഷ്യൻ ജയിലിൽ നിന്ന് ഇവാനെ മോചിപ്പിക്കാൻ പുടിനുമായുള്ള ബന്ധം ഉപയോഗിക്കുമെന്ന് മുൻ US പ്രസിഡന്റ് പറഞ്ഞതിനു ശേഷം മോസ്കോയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ക്രെംലിൻ വക്താവ്. ചാരവൃത്തി ആരോപിച്ച് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഇവാൻ ഗെർഷ്കോവിച്ച് റഷ്യയിൽ അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. 7ാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ ആകെ 62.20% പോളിംഗ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മഹാരാഷ്ട്രയിലെ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ 4 തൊഴിലാളികൾ മരിച്ചു. കേരളത്തിൽ ശക്തമായ മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ 2ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.